എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ക്രിക്കറ്റിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ട് BCCIയുടെ ഒരു വൻ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. T20 ലോകകപ്പിൽ ഫെബ്രുവരി 18-ന് നെതർലൻഡ്സിനെതിരെ നടക്കാനിരിക്കുന്ന ഇന്ത്യയുടെ അവസാന ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ആരാധകരെയും ക്രിക്കറ്റ് വിദഗ്ധരെയും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് BCCI ഒരു നിർണായക തീരുമാനമെടുത്തു. ചീഫ് സെലക്ടർ സ്ഥാനത്ത് നിന്ന് അജിത് അഗാർക്കറെ നിർദ്ദയം പുറത്താക്കി ആ സുപ്രധാന സിംഹാസനത്തിലേക്ക് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയെ അവർ അവരോധിച്ചിരിക്കുകയാണ്. വെറുമൊരു മത്സരത്തിനു വേണ്ടിയല്ല, മറിച്ച് ഈ ലോകകപ്പ് കിരീടം ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരികയെന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് BCCIയുടെ ഈ കടുത്ത നീക്കം. സെലക്ടറുടെ കുപ്പായമണിഞ്ഞ ആദ്യ നിമിഷം തന്നെ ധോണി തന്റെ മാസ്റ്റർ പ്ലാനുകൾ പുറത്തെടുത്തു തുടങ്ങി. കളിക്കളത്തിൽ എതിരാളികളെ തന്ത്രങ്ങൾ കൊണ്ട് വീഴ്ത്തിയ ആ പഴയ ധോണിയുടെ ബുദ്ധിയിൽ നിന്നും യുവത്വത്തിന്റെ ചോരത്തിളപ്പും പരിചയസമ്പത്തും സമന്വയിപ്പിച്ചുകൊണ്ട് തികച്ചും അപ്രതീക്ഷിതമായ ഒരു പുതിയ പ്ലേയിങ് 11 ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ ടീം വെറുതെ കളിക്കാൻ ഇറങ്ങുന്നവരല്ല, മറിച്ച് എതിരാളികളെ അവരുടെ മടയിൽ ചെന്ന് വേട്ടയാടാൻ പോകുന്ന ഒരു പറ്റം സിംഹങ്ങളാണ്. ബാറ്റിംഗ് ഓർഡർ മുതൽ ബൌളിംഗ് വിര വരെ സകലതും അഴിച്ചു പണിതിരിക്കുന്നു. ഈ മാറ്റങ്ങളിലെ ഏറ്റവും വലിയ ഭൂചലനം സംഭവിച്ചിരിക്കുന്നത് ഓപ്പണിംഗിലാണ്. മികച്ച ഫോമിലായിട്ടും ഇഷാൻ കിഷനെ നെതർലൻഡ്സിനെതിരെയുള്ള ഈ മത്സരത്തിൽ നിന്നും ധോണി നിർദാക്ഷിണ്യം പുറത്തിരുത്തി. പകരം സ്ഫോടനാത്മക ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദരനെയാണ് ധോണി ഓപ്പണിംഗിനായി നിയോഗിച്ചിരിക്കുന്നത്. ആദ്യ പന്ത് മുതൽ ബൌളർമാരെ കടന്നാക്രമിക്കാൻ അഭിഷേകിനുള്ള അസാമാന്യ കഴിവും സാഹചര്യങ്ങൾക്കനുസരിച്ച് ശാന്തമായി കളിച്ച് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള സുന്ദരന്റെ മികവും ചേരുമ്പോൾ അതൊരു മാരക കോമ്പിനേഷനായി മാറുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് 3-ാം നമ്പറിലാണ്. മലയാളി ആരാധകരുടെ സിരകളിൽ തീ പടർത്തുന്ന തീരുമാനമാണ് ധോണി ഇവിടെ എടുത്തിരിക്കുന്നത്. സാക്ഷാൽ സഞ്ജു സാംസൺ 3-ാം നമ്പറിൽ കളത്തിലിറങ്ങുന്നു. തുടക്കത്തിൽ വിക്കറ്റുകൾ വീണാൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാർക്കെതിരെ യാതൊരു ദയയുമില്ലാതെ കൂറ്റൻ സിക്സറുകൾ പറത്താനുമുള്ള സഞ്ജുവിന്റെ അസാമാന്യ മികവ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായി മാറും. സഞ്ജുവിന്റെ ക്ലാസിക് ഷോട്ടുകൾ എതിർ ടീമിന്റെ ആത്മവിശ്വാസം തകർത്തെറിയുമെന്ന് ധോണിക്ക് മറ്റാരേക്കാളും നന്നായി അറിയാം. ഈ ബാറ്റിംഗ് വിസ്മയം അവിടെയും അവസാനിക്കുന്നില്ല. 4-ാം നമ്പറിൽ ഇറങ്ങുന്നത് 360 ഡിഗ്രിയിൽ ഗ്രൗണ്ടിന്റെ ഏത് കോണിലേക്കും പന്തടിച്ചു പറത്തുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ്. സൂര്യയുടെ ഭയമില്ലാത്ത ബാറ്റിംഗ് ശൈലി ബൌളർമാർക്ക് എറിയാൻ ഒരിടം പോലും ബാക്കിവെക്കില്ല. തൊട്ടു പിന്നാലെ 5-ാം നമ്പറിൽ എതിരാളികളുടെ അന്തകനായി ഹർദിക് പാണ്ഡ്യ എത്തുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും ഫീൽഡിംഗിലും ഒരുപോലെ തിളങ്ങാൻ കഴിവുള്ള ഹർദിക്കിന്റെ ഡെത്ത് ഓവറുകളിലെ ഹാർഡ് ഹിറ്റിംഗ് ലോകോത്തരമാണ്. ഒപ്പം സ്പിന്നർമാരെ അതിർത്തി കടത്താൻ ശിവം ദുബെയും അവസാന ഓവറുകളിൽ അസാധ്യമായ റൺ മഴ പെയ്യിക്കാൻ ഫിനിഷറായ റിങ്കു സിംഗും എത്തുന്നതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ഒരു കൊടുങ്കാട്ടായി മാറും. റിങ്കു ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് വരാനിരിക്കുന്ന സൂപ്പർ 8 മത്സരങ്ങൾക്ക് മുൻപ് ഇന്ത്യയ്ക്ക് അത്യാപേക്ഷിതമാണ്. മറുഭാഗത്ത് ബൌളിംഗ് നിരയിലും ധോണിയുടെ ബുദ്ധി കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൃത്യതയാർന്ന സ്പിൻ ബൌളിംഗും വാലത്തെ മികച്ച ബാറ്റിംഗും കൊണ്ട് അക്സർ പട്ടേൽ ടീമിന് വലിയ ബാലൻസ് നൽകുന്നു. പേസ് ആക്രമണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് മുഹമ്മദ് സിറാജും യോർക്കർ കിങ് ജസ്പ്രീത് ബുംറയുമാണ്. പുതിയ പന്തിൽ അഗ്രസീവായ ബൌളിംഗിലൂടെ വിക്കറ്റ് വീഴ്ത്താൻ സിറാജിന് തയ്യാറുണ്ട്. ഡെത്ത് ഓവറുകളിൽ സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ പന്തെറിയാൻ ബുംറയ്ക്കും തയ്യാറുണ്ട്. കൂടാതെ പാകിസ്ഥാനിനെതിരായ മത്സരത്തിൽ മാത്രം കളിച്ചു പുറത്തിരുന്ന കുൽദീപ് യാദവിനെ ധോണി തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. സൂപ്പർ 8 മത്സരങ്ങൾക്ക് മുൻപ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണ ഫോമിലാക്കാൻ കുൽദീപിന്റെ ഈ മിസ്റ്ററി സ്പിന്നിന് കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, 2011-ൽ നമുക്ക് ലോകകപ്പ് നേടിത്തന്ന അതേ ധോണിയുടെ ബുദ്ധി തന്നെയാണ് ഈ ടീമിന് പിന്നിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ രോഗബാധിതനായതിനാൽ പാകിസ്ഥാനിനെതിരെ ഉൾപ്പെടെ തുടർച്ചയായി ഗോൾഡൻ ഡക്കായ അഭിഷേക് ശർമ്മയെ ഇപ്പോൾ കളിപ്പിക്കണോ അതോ സൂപ്പർ 8 വരെ വിശ്രമം നൽകണോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. രോഹിത് ശർമ്മയെപ്പോലെ ഫോമിലായാൽ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിവുള്ള താരമാണ് അഭിഷേക്. അതുപോലെ തന്നെ അർഷ്ദീപ് സിംഗിനെയും ടീമിലേക്ക് തിരികെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓപ്പണിംഗിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ചോയ്സ് ആരാണ്? ഇഷാൻ കിഷനോ അതോ അഭിഷേക് ശർമ്മയോ? തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.